രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനെയും അദ്ദേഹത്തിന്റെ ഡ്രൈവറെയും ആക്രമിച്ച സംഭവത്തിൽ പ്രതികളിൽ ഒരാളുടെ CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടി. സുനിലിനെ ആക്രമിക്കാനായി ഉപയോഗിച്ച ചുറ്റിക വാങ്ങിയ തൃശ്ശൂരിലെ കട പോലീസ് കണ്ടെത്തി. ചുറ്റിക വാങ്ങിയ ആളുടെ ദൃശ്യങ്ങൾ കടയിലെ CCTV ക്യാമറയിൽ നിന്നും പോലീസ് എടുത്തു. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സൂരജെ, ഈ ആക്രമിക്കാൻ വന്നവന്റെ കഷ്ടകാലമായി തോന്നുന്നല്ലോ. ഗുഡ് മോർണിംഗ്, പറയൂ. SK, ഈ ആക്രമിക്കാൻ വന്ന ആളുടെ കയ്യിലുണ്ടായിരുന്ന ചുറ്റികയിൽ നിന്ന് അയാളെക്കുറിച്ചുള്ള നിർണായക തെളിവാണ് പോലീസ് സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ആ ചുറ്റികയിൽ പതിപ്പിച്ച ഒരു പച്ച സ്റ്റിക്കർ, നമ്മളിപ്പോൾ കാണിക്കുന്ന ചിത്രത്തിൽ ആ ചുറ്റിക കാണാം. ആ ചുറ്റികയിൽ പതിപ്പിച്ചിരിക്കുന്ന ആ പച്ച സ്റ്റിക്കറിൽ നിന്നാണ് ഇയാളെക്കുറിച്ചുള്ള തെളിവിലേക്ക് പോലീസ് എത്തുന്നത്. ആ ചുറ്റിക വാങ്ങിയ കമ്പനിയുമായി പോലീസ് ബന്ധപ്പെടുന്നു. അത് ഏത് കടയിലേക്കാണ് ബൾക്കായി കൊടുത്തതെന്ന് കണ്ടെത്തുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ പ്രത്യേക ഒരു QR കോഡ് വെച്ചുകൊണ്ട് ഈ കട കണ്ടെത്തുകയും ആ കടയിലെത്തിയാണ് ഈ ചുറ്റിക അവിടെ നിന്ന് വിറ്റതാണെന്ന് ഉറപ്പാക്കുന്നതും. പിന്നീട് അത് വാങ്ങാനെത്തിയവരുടെയൊക്കെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ഈ അക്രമികളിൽ ഒരാൾ അവിടെ എത്തി ഇത് വാങ്ങുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസ് ശേഖരിച്ചിരിക്കുന്നത്. പക്ഷേ ആ വാങ്ങിയ ആളെ ഈ കടയിലുണ്ടായിരുന്ന ജീവനക്കാർക്കോ ഉടമയ്ക്കോ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ദൃശ്യങ്ങൾ പോലീസിന്റെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശാസ്ത്രീയ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. ദൃശ്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ ആളെ തിരിച്ചറിയാനുള്ള സംവിധാനങ്ങൾ അത് പോലീസിന്റെ കയ്യിലുണ്ട്. ചില ഡാറ്റാബേസുകളിലടക്കം ഈ ചിത്രങ്ങൾ നൽകിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് കടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. പക്ഷേ കാര്യമായ സൂചനകൾ അയാളിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ പോലീസ് ആകട്ടെ അതീവ രഹസ്യമായാണ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയേറ്ററാണ് രാഗം തിയേറ്റർ. അതിന്റെ നടത്തിപ്പുകാരനായിട്ടുള്ള രാഗൻ സുനിലിനും അതോടൊപ്പം തന്നെ ഡ്രൈവർക്കുമാണ് വെട്ടേറ്റത്. അത് അവരുടെ വീടിന് മുന്നിൽ വെച്ച് കൊട്ടേഷൻ സംഘം ആക്രമിച്ചു എന്നത് പോലീസും അതീവ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പഴുതടച്ചുള്ള അന്വേഷണം നടക്കുന്നു. ഒരു തരത്തിലും അന്വേഷണ വിവരങ്ങൾ പുറത്തു പോകാത്ത തരത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. എന്തായാലും ഈ കേസിൽ വഴിത്തിരിവായ ഒരു ചുറ്റിക എത്തുന്നു. ആ ചുറ്റികയിലെ സ്റ്റിക്കർ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ആ ചുറ്റിക വാങ്ങിയ ഒരാളെ കണ്ടെത്തിയിരിക്കുകയാണ്. സ്കെയിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.